എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നു. സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറി. 1,35,00,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ലിഡിയ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണോ? അനീഷ, ഏകദേശം 2:30 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ജല അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിക്കുന്ന, അതായത് സമീപത്തുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വലിയ ടാങ്കാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതായത് ഏകദേശം 1,38,00,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഏകദേശം 1,05,00,000 ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം അടുത്ത് തന്നെ, അതായത് ശേഷിയുടെ അടുത്ത് തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അത്രയും വെള്ളമുള്ള ടാങ്കാണ് തകർന്നിരിക്കുന്നതിന്റെ മതിലുകൾ, ടാങ്കിന്റെ ഭിത്തികൾ ഇടിഞ്ഞു വീണാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. സമീപത്തുള്ള ഏകദേശം 10-ലധികം വീടുകളിൽ നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സമീപത്തുള്ള തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഈ വെള്ളവും മണ്ണും കാര്യങ്ങളും ഒക്കെ ഒലിച്ചിറങ്ങുകയും സമയത്തെ മതിലുകളും കാര്യങ്ങളും ഒക്കെ തകരുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചിയിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്നലെ പുലർച്ചെ 2:30 ഇത്തരത്തിൽ വെള്ളം കയറി തുടങ്ങിയപ്പോൾ നാട്ടുകാർ ആദ്യം വിചാരിച്ചത് ഇത്തരത്തിൽ മഴ കാരണം വെള്ളം കയറി തുടങ്ങിയത് എന്നാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഇത്തരത്തിൽ വെള്ളം ജല അതോറിറ്റിയുടെ ടാങ്ക് പൊട്ടിയിട്ടുള്ള വെള്ളമാണ് കയറിയത് എന്നാണ് അറിഞ്ഞത്. ഏകദേശം 10-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. സമീപത്തുള്ള വീടുകളിൽ മണ്ണും കാര്യങ്ങളും ഒക്കെയായി അതൊക്കെ കയറി. എന്താണ് ഈ ടാങ്ക് തകരാൻ കാരണം? അതിലെന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? അനീഷ, കാലപ്പഴക്കമാണ് എന്നാണ് ഒരു പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം 40 കൊല്ലത്തെ പഴക്കമുള്ള ടാങ്കാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് തമ്മനം പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്ന വലിയ ടാങ്കാണ്. അതായത് ആ പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളം എത്തിക്കുന്ന വലിയ ടാങ്കാണ് ഉള്ളത്. അത് ഏകദേശം 40 കൊല്ലം പഴക്കമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായിരിക്കാം കാരണമെന്ന് പറയുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിലൊരു വ്യക്തത. ലിഡിയ തുടരുക. ഇപ്പോൾ സക്കീർ വാർഡംഗമാണ് പ്രദേശത്തെ. സക്കീർ ചേരുകയാണ് മീഡിയ വണ്ണോട് പ്രതികരിക്കാൻ. സക്കീർ, ഈ പറഞ്ഞതുപോലത്തെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒപ്പം തന്നെ ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? ഉദ്ദേശം ഒരു 2:30 ഈ ടാങ്ക് തകർന്നത്. ഒരു നല്ല രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും ഒരു 10ഓളം വീടുകളിൽ വെള്ളം കയറി. സമീപത്തുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുത്താപ്പാടി, അതിൽ വെള്ളം കയറി. മെഡിസിനെല്ലാം നശിഞ്ഞു. അതുപോലെ വാഹനങ്ങളിൽ വെള്ളം കയറി. വീട്ടിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം വെള്ളം കയറി നശിച്ചു. റോഡ് തകർന്നു, മതിലുകൾ തകർന്നു. അങ്ങനെ രൂക്ഷമായ ഒരു നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഉദ്ദേശം 1,35,00,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തകർന്നത്. അതിൽ തന്നെ 1,10,00,000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാമല്ലോ. തീർച്ചയായും. അപ്പം എന്താണ് ഇതിൽ എങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം? അതിലെന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇത് കാലപ്പഴക്കമുള്ള ടാങ്കാണ്. ഉദ്ദേശം 40 വർഷത്തിന് മേലുള്ള ടാങ്കാണ്. എങ്കിലും അതിന്റെ കാര്യങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിരിക്കുന്ന സംഭവം ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി ഉയർന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുൻകാലങ്ങളിൽ അങ്ങനെ ചെറിയ ലീക്കോ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആകെയുള്ള ഉണ്ടാവുന്നത് ചെറിയ ഓവർഫ്ലോ അങ്ങനെ വരാറുള്ള മാത്രം വെള്ളപ്പോഴും. അല്ലാതെ ഇതുപോലെയുള്ള ലീക്കുകളോ മറ്റു തരത്തിലോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പരാതികളും ഉണ്ടായില്ല. ഈ സംഭവം നടന്ന ഉടനെ തന്നെ അറിയാൻ കഴിഞ്ഞോ? അറിയാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ ആളുകൾ ഒരു വീട്ടിൽ അറിഞ്ഞു, ഉടനെ അടുത്തുള്ള വീട്ടിൽ അറിയിച്ചു. അപ്പോ ഞെട്ടിയടിച്ച് കാല് വെക്കുന്ന വെള്ളത്തിലേക്ക് അത് അത്രയും ഗുരുതരമായ അവസ്ഥയായി. എന്താ സംഭവിച്ചതറിയില്ല. ഒരു ഡാം പൊട്ടി ഒഴുകുന്ന പോലുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. അത്രയും നേരത്തെ പറഞ്ഞു, സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറി. ഫ്രിഡ്ജ് അടക്കമുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടു. തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താഴ്ത്തി വെച്ചിരിക്കുന്നതെല്ലാം നശിച്ചു. റോഡിന്റെ മേളിൽ മൺകൂനകളാണ്. കാറ് റോഡിൽ കിടന്ന് തകർന്നു. ഓട്ടോറിക്ഷകൾ, 2 വീലർ, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. വീടുകളുടെ മതിലുകൾ, ചുറ്റുമതിലെല്ലാം തകർന്നു. അങ്ങനെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഉദ്യോഗസ്ഥർ അറിയിച്ചത്, ഞാൻ സംസാരിച്ചിരുന്നവർ പറഞ്ഞത് റോഡിന്റെ കാര്യങ്ങൾ ഗതാഗത യോഗ്യമാക്കി തരാം രാവിലെ തന്നെ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. MLA മാരടക്കമുള്ളവരും കളക്ടറെയും അറിയിച്ചിട്ടുണ്ട്.
ഇനി മറ്റു നടപടികളിലേക്ക് ഒരു രാവിലെ കടക്കും അല്ലേ? രാവിലെ കിടക്കും. മറ്റുള്ള നാടുകളിൽ രാവിലെ കിടക്കാന്ന് പറഞ്ഞു. രണ്ടും ഈ പറഞ്ഞ സിറ്റി മേഖലയിലുള്ള പ്രദേശത്ത് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പമ്പായിരുന്നു ഒന്ന്. രണ്ട് തൃപ്പൂണിത്തുറ മേഖലകളിലേക്ക് പോകുന്ന ഒരു സംവിധാനമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. ഒരു സംശയം കൂടി, ഇത് പ്രദേശത്തെ ജലവിതരണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും നഗരത്തിൽ പ്രധാനപ്പെട്ട ഒരു പമ്പ് ഹൗസിൽ ഇങ്ങനെ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ തീർച്ചയായും ബാധിക്കും. നഗരത്തിൽ ബാധിക്കും, കുടിവെള്ളം ബാധിക്കും. കൊച്ചി നഗരത്തെ ആകെ? നഗരത്തിന് ആകെയല്ല, ഒരു സിറ്റിയിലെ ഒരു പ്രദേശത്ത് ഇടപ്പള്ളി തുടങ്ങിയുള്ള എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഇടപ്പള്ളി മുതലുള്ള കലൂർ ഭാഗത്തേക്ക് ബാധിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. ഒന്നുകൂടി വ്യക്തമാകാനുണ്ട്. അതിലെന്തെങ്കിലും ഇനി നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ ആദ്യഘട്ടത്തിൽ? ഇപ്പം രാവിലെയാണ് അവര് അതിനുള്ള പകരം സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി സക്കീർ. താങ്കളുടെ പ്രതികരണത്തിൽ ലിഡിയ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഡിയ, ഇപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് വലിയ നാശനഷ്ടം പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ലിഡിയയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെ? അനീഷ, അതുതന്നെയാണ്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തൊട്ടടുത്ത വീടുകളിൽ മുഴുവൻ ആയിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ വീടിനുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നശിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ ആണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉള്ളത്. അതായത് ഏകദേശം ഒരു 10ഓളം വീടുകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിനുള്ളിലേക്ക് മണ്ണും കാര്യങ്ങളും ഒക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സമീപത്തുള്ള ഭിത്തിയും കാര്യങ്ങളും മതിലുകളും കാര്യങ്ങളും ഒക്കെ തകർന്നിട്ടുണ്ട്. ഈ വീടിനുള്ളിലെ സാധനങ്ങൾ തന്നെ തകർന്നിട്ടുണ്ട്. ആളപായം ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം ഇത്രയും സംഭരണ ശേഷിയുള്ള ഒരു ടാങ്ക്, ഇത്രയധികം 1,05,00,000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്ന ഒരു ടാങ്ക് ആണ് തകർന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മറ്റ് ആളപായങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, വീടിനുള്ളിലെ സാധനങ്ങൾ നശിച്ചത്, മതിലുകളും മറ്റ് പ്രദേശത്തെ കാര്യങ്ങളും ഒക്കെ നശിച്ചത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പമ്പ് ഹൗസ് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇത് സമീപത്തുള്ള തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലേക്ക്, കലൂർ, എടപ്പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്ന ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തകർച്ച വലിയ രീതിയിലുള്ള മറ്റ്, അതായത് കുടിവെള്ള പ്രശ്നം ബാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. കാരണം സമീപത്ത് പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന ടാങ്കിൽ അതാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ രീതിയിൽ മറ്റ് ബദൽ സംവിധാനങ്ങൾ ഉടനെ ഒരുക്കിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നതിൽ സംശയമില്ല.